ഏഞ്ചൽ ബ്ലെസ്സിംഗ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം നൽകുന്ന മെസ്സേജ് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, മൂവ് ഓൺ ചെയ്യാൻ താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം നൽകുന്ന മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. The devil. Please guide me, Mother Universe, please guide me. Please guide me, Mother Universe, please guide me. King of Cup. ഓക്കെ, 9 of Wands. ഇതാണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ദ ഡെവിളിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് 3 of Cup, 3 of Sword ആണ്. ഓക്കെ, 9 of Wandsനെ 10 of Wands ആണ് കിട്ടിയിരിക്കുന്നത്. 10 of Wands. ഓക്കെ, കിങ് ഓഫ് കപ്പ്, ഏസ് ഓഫ് സോഡ്. ഓക്കെ, സോറി, ഒരു വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന കാർഡ്സ് മൂവ് ഓൺ ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക്, നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ആകാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കാർഡാണ്. ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ ഈ മൂവ് ഓൺ അതിന് ശേഷം, ഇതെല്ലാം വന്നതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ലൈഫിലുള്ളത് എന്ന് നോക്കിയപ്പോഴത്തേക്ക് 10 of കപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഡെവിളാണ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 15, 3, 6, 9, 10, 1. ഓക്കെ, ഡെവിള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മാനസികമായും ശാരീരികമായും അടിമപ്പെടുത്തി വെച്ചിരുന്ന വ്യക്തികളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഡെവിൾ. ശരിക്കും അവർ ഏറ്റവും ഭംഗിയായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയും ഏറ്റവും ഭംഗിയായ രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളുമായിരുന്നു. ഒരിക്കലും നിങ്ങളിൽ അവർക്കൊരു തരിമ്പ് പോലും അവർ നിങ്ങളെ ചതിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത വിധം അവർ അത്രമേൽ അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. അവരെപ്പോഴും അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ടൈം, അവരുടെ ഇമോഷണൽ ബാലൻസിങ്, അവരുടെ ശാരീരികമായ സുഖം, സൗകര്യം എന്നീ കാര്യങ്ങൾക്ക് മാത്രമായിരുന്നു അവരെപ്പോഴും മുൻഗണന കൊടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് ഏത് വഴിയിലും പോവാം. അവരുടേതായ സന്തോഷങ്ങൾ ഏത് രീതിയിലും അവർ ചൂസ് ചെയ്യും. ചിലപ്പോൾ അവർ ഫ്രണ്ട്സുകളുമായിട്ട് എൻജോയ് ചെയ്തിട്ടാണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണെങ്കിൽ തന്നെയും, ഡെവിളെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, ഒരു പാമ്പിനെയാണ് കാണുന്നത്. പാമ്പെന്ന് പറയുമ്പോഴത്തേക്കും പലതുമായിട്ട് ഇണചേരുന്നു, പല ഇതുമായിട്ട് ഇണചേരുന്നു. അവർക്ക് ഫിക്സ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഇല്ല എന്നാണ് പൊതുവെയുള്ള അറിവ്. അതിനെക്കുറിച്ച് പിന്നെ പറയാം. പക്ഷേ ആ ഒരു സ്ഥാനത്ത് നമ്മൾ വേഴാമ്പൽ പക്ഷിയോ അല്ലെങ്കിൽ മത്സ്യം, നമ്മുടെ കരിമീൻ മത്സ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ പാർട്ട്ണർ നമ്മളിൽ തന്നെയാണ് എന്നുള്ള ഒരു വിശ്വാസം നമുക്കവിടെ കൊണ്ടുവരാം. ഇവിടെ ഏദൻ തോട്ടത്തിൽ ചതിക്കപ്പെട്ട അതേ പാമ്പ് തന്നെയാണ് നിങ്ങളുടെ ഈ ഡെവിളിലും കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരു ഡെവിളിൻ്റെ സ്വഭാവം, ഒരു പാമ്പിൻ്റെ സ്വഭാവം തന്നെയാണ്, ചതി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ചിലന്തി വല എങ്ങനെയാണ് തൻ്റെ ഇരയെ കൊടുക്കാൻ വേണ്ടി കെട്ടുന്നത് പോലെ നിങ്ങളെ അതിൽ നിന്നും, അവരുടെ ആ ഇമോഷണൽ സൈഡിൽ നിന്നും, അവർ ഇമോഷണലായിട്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും. ഒരുപാട് സ്നേഹിച്ചതിന് ശേഷം ഒരുപാട് പെയിൻ തരും. അപ്പം നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുകയാണോ വെറുക്കുകയാണോ അതോ ഉപേക്ഷിക്കാനായിട്ടുള്ള തീരുമാനമാണോ എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചിലന്തി വലയ്ക്കകത്ത് പെട്ടിരിക്കുന്ന വ്യക്തി, ഒരു ഇരയെപ്പോലെ രക്ഷപ്പെടാനാകാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നാൾ നിങ്ങൾ ഈ ഒരു സന്തോഷത്തെ നിർത്തും, പിന്നെ കുറച്ച് നാൾ
അവർ നിങ്ങളെ ഓഫാക്കിയിടും. പിന്നെ അവർക്ക് വേണ്ടുന്ന സമയത്ത് അവർ ഓണാക്കും. ആ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷനിലാണ് നിങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇതിൽ നിന്ന് പല പ്രാവശ്യവും നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ നിങ്ങൾ വിചാരിച്ചു. ഇനി ഇത് നടക്കത്തില്ല, ഇത് സ്റ്റോപ്പാക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിൽ നിന്നും പിന്തിരിയാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ ഇതുവരെ ഇല്ലാത്ത സ്നേഹങ്ങൾ മൊത്തവും ഒഴുക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരുമ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ തോന്നൽ മാത്രമാണ്, ഇത് എൻ്റെ പാർട്ട്ണർ എന്നെ ചതിക്കുന്നു എന്നുള്ളത് എൻ്റെ തോന്നലാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ആ ചിലന്തി വലയിൽ നിന്ന്, അവരുടെ ഇമോഷണലായിട്ടുള്ള ആ ഒരു വലയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാകാതെ അവർ ആ ഒരു ഓവർ തിങ്കിങ്ങിൽ നിങ്ങൾ കിടന്ന് കറങ്ങും. നിങ്ങളുടെ ജീവിത സാഹചര്യവുമായിട്ട് ഇങ്ങനെയാണ് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു വാക്കിനോ ഐഡിയക്കോ അവിടെ യാതൊരു വാല്യൂവും അവർ തരത്തില്ല. അവരുടെ ഐഡിയയ്ക്കൊത്ത്, നിങ്ങളുടെ ഐഡിയ സെക്കൻഡറിയാണ്, അവരുടെ ഐഡിയയ്ക്കൊത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. അവർ ഐഡിയ ഇടത്തേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത് മൊത്തം നിങ്ങളാണ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ടൈം ആയാലും ശരിയെന്നെ, ക്യാഷ് ആയാലും ശരിയെന്നെ, എന്ത് തന്നെയാണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും കൂടുതലും നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും ഒരുപാട് പോയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എങ്ങനെയും നേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങളാണെങ്കിലും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്നത് അവർ തന്നെയായിരിക്കും. അവരുടെ ഐഡിയാസിന് മുൻതൂക്കം കൊടുക്കണം. നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരുപാട് ഉയരത്തിലേക്ക് നിങ്ങൾക്ക് സാധ്യമാകാത്ത സ്വപ്നങ്ങളിലേക്കും കാഴ്ചകളിലേക്കും സന്തോഷങ്ങളിലേക്കും അലങ്കരിച്ചു ഏറ്റവും സന്തോഷത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ ഇരുട്ടിൻ്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങളെ തള്ളിയിട്ട വ്യക്തികളായിരിക്കും നിങ്ങളുടെ ഈ പാർട്ട്ണർ. ഇത് റിയലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്നേഹിച്ച് വിവാഹം കഴിച്ച് കൂടെ ജീവിക്കാൻ വന്ന പാർട്ട്ണറെ കുറിച്ചല്ല. ഇത് ഡെവിളായിട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് നമ്മളുടെ സന്തോഷത്തെ, സ്നേഹത്തെ, നമ്മുടെ സമയത്തെ, നമ്മുടെ ജീവനെ പോലും അപഹരിക്കാനായിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ഡെവിൾ എനർജിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. കാണുമ്പം വളരെ മനോഹരവും സുന്ദരവുമായിട്ട് തോന്നും, വളരെ മനോഹരമായി പുഞ്ചിരിക്കും. ഇത്രയേറെ സുന്ദരമായിട്ടുള്ള വേറെ ഒന്നും കാണത്തില്ല. എന്നാൽ അവരുടെ മുഖം മറ്റൊന്നാണെന്ന് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്കത് മനസ്സിലാകാൻ കഴിയും. കാരണം എത്രത്തോളമാണ് ആ ഒരു ഫേസ് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനൊരു വ്യക്തി ആയിരുന്നോ നിങ്ങൾ സ്നേഹിച്ചിരുന്നത് എന്ന് നിങ്ങൾ ഭയന്നു പോകുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഫേസ്. രക്ഷിക്കാൻ ആരുമില്ലാത്ത ഒരു ഇരുട്ടിൻ്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തള്ളിയിട്ടതിന് ശേഷം അവരുടേതായ ലോകത്തിലേക്ക് മാറിപ്പോകും. നിങ്ങൾ പ്രതീക്ഷിക്കാൻ അവരിനി വരുമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നും നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാൻ വേണ്ടി ഒരു പച്ചപ്പ് പോലും ബാക്കി വെക്കാതെ, ആ മരം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഉണങ്ങി വരണ്ട്, അതിൻ്റെ അകത്ത് ഒരു പച്ചപ്പ് പോലും ബാക്കി വെക്കാതെ സർവ്വത് നശിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങിപ്പോയിരിക്കുന്നത്. കുറേ ഓവർ തിങ്കിങ്ങും കുറേ നെഗറ്റീവ് എനർജികളും മാത്രമാണ് അവിടെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു പക്ഷികളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് എനർജികളും മാത്രം നിങ്ങൾക്ക് കൂട്ടിനായിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് കൂട്ടിനായിട്ട് മറ്റൊന്നും ഒരു പ്രകാശം പോലും ഇല്ലാത്ത ഒരു ഇരുട്ട് റൂമിൻ്റെ അകത്ത് നിങ്ങളായിപ്പോയി. നിങ്ങൾ അലറിക്കരയുന്ന നിമിഷങ്ങൾ, നിങ്ങളുടെ നിലവിളി പുറത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ശബ്ദം പുറത്ത് വന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ അകത്ത് നിങ്ങളുടെ ഹൃദയം പല പീസായി മുറിഞ്ഞു പോകുന്ന രീതിയിൽ അലറിക്കരഞ്ഞുള്ള, കാരണം നിങ്ങൾക്ക് പുറത്ത് ഇത് ഒരു വ്യക്തികളുടെ അടുത്ത് പറഞ്ഞ് കരയാനുള്ള ഒരു അവസരവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കത്തില്ല. കാരണം നിങ്ങളുടെ റിലേഷൻ അങ്ങനെ ഒരു റിലേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് മറ്റൊരു വ്യക്തിയോടടുത്ത് പറയുന്ന വ്യക്തികളായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ വേദന മുഴുവനും സ്വന്തമായിട്ട് ചുമന്ന് നിങ്ങൾക്ക് ചിലപ്പം ഹാർട്ടിന് പെയിൻ പോലും അനുഭവിച്ച് വന്നിട്ടുള്ള, കാരണം അത്രയ്ക്കും മുറിവേറ്റിട്ടുണ്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയപ്പോൾ. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇത്രത്തോളം നിങ്ങൾ പെയിൻ അനുഭവിച്ച സമയത്ത് നിങ്ങളെ ആരും ശ്രദ്ധിച്ചില്ല, നിങ്ങളെ ആരും കണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ നിങ്ങൾ വിളിച്ച് കരഞ്ഞത് മൊത്തവും യൂണിവേഴ്സ്, പ്രപഞ്ചശക്തി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മുന്നിൽ ആരുമില്ലായിരുന്നുവെങ്കിലും പ്രപഞ്ചത്തിലെ ശക്തി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ,
നിങ്ങൾക്ക് ആ കാർഡിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് തരുന്ന ഇപ്പം മെയിലാവട്ടെ ഫീമെയിലാവട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഹാർട്ട് എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രണയമാണ്. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് തരുന്നത് പ്രപഞ്ചമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇപ്പം നിങ്ങളിലേക്ക് ഒരു ഓഫറായിട്ട് തരുന്നത്. നിങ്ങൾ മൂവ് ഓൺ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ യൂണിവേഴ്സിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ചലിക്കാൻ വയ്യാത്ത വിധം ആ 3 ഓഫ് സോഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ ഹൃദയത്തെ ചലിക്കാനാകാത്ത വിധം അതിൽ നിന്നും ഒരു നൂല് വന്ന് നിങ്ങളെ ചുറ്റി വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുന്ന അതെല്ലാം പൊട്ടിച്ചുകൊണ്ട് നിങ്ങളെ സ്വതന്ത്രമാക്കി കൊണ്ടുവരാൻ യൂണിവേഴ്സിന് കഴിയും. നിങ്ങൾ ഈ നിമിഷം യൂണിവേഴ്സിൻ്റെ ഓഫർ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ പ്രണയം അത് നിങ്ങളിലേക്ക് എത്തിച്ചത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണാനിടയായിട്ടുണ്ടെങ്കിൽ, കാരണം എല്ലാവരും കറണ്ട് സിറ്റുവേഷനും കറണ്ട് സിറ്റുവേഷൻ കറണ്ട് ഫീലിങ്സ് മാത്രമേ കാണാറുള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ആരും കാണാറില്ല, ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ ഒരു വീഡിയോ വളരെ ചുരുക്കം ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, നിങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങളെ നശിപ്പിച്ച് കളയാനുള്ളതല്ല, നിങ്ങളെ നന്നാക്കി നിങ്ങളെ യൂണിവേഴ്സിന് എത്രയേറെ പ്രണയിക്കുന്നുണ്ട്. ഈ ലോകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നു. കിങ് ഓഫ് കപ്പിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സോഡാണ്. നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഊർജം, നിങ്ങളിൽ ഇതുവരെ ഇല്ലാത്തൊരു ഇൻറ്റ്യൂഷൻ പവർ. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും എനിക്കിനി ഈ റിലേഷനിൽ നിന്നാൽ പറ്റില്ല, ഇതിനി അവസാനിച്ചു, എനിക്കിനി ഇതിൻ്റെ പിറകെ നടന്ന് എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്, ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ കൂടെ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്നതെന്നും കളിച്ചതും ചിരിച്ചതും കൂടെ നടന്നതുമെല്ലാം ഒരു ഏഞ്ചൽ ആയിരുന്നോ, അതോ നിങ്ങളെ തന്നെ നശിപ്പിക്കാനായി നിങ്ങളെ കൂടെ കൂടിയ ഒരു ഡെവിൾ ആയിരുന്നോ എന്നുള്ള കാര്യം തിരിച്ചറിയുന്നതിനുള്ള ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളിലുണ്ട്. അതിൽ നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ ഡിവൈൻ സിമ്പൽ ആ ഒരു ഏസ് ഓഫ് സോഡിൽ കാണാം. അതിൽ നിന്ന് തന്നെ നിങ്ങളിലുണ്ടായിരുന്ന ആ നെഗറ്റീവ് എല്ലാം പറന്ന് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുന്ന അവസാനത്തെ നെഗറ്റീവ് തോട്ടും നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ട് ഈ കാർഡിൽ കാണുന്നു. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിലെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല വാല്യുബിളായിട്ടുള്ള ജീവിതമായിട്ട് മാറുവാൻ പോവുകയാണ്. ഇതുവരെയും നിങ്ങൾക്ക് ആ ഒരു ഇരുട്ടറയിൽ നിന്ന്, ആ നിലവിളിച്ചിരുന്ന ആ ഇരുട്ടറയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഏസ് ഓഫ് സോഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് മുന്നിലേക്ക് സ്റ്റെപ്പുകൾ, നിങ്ങൾക്ക് ഉയർന്നു പോകാനുള്ള ഒരു വഴി, ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് തുറന്ന് തരുന്നതായി കാണാം. അത് ഉയരങ്ങളിലേക്കുള്ള സ്റ്റെപ്പാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റെപ്പാണ് തന്നിരിക്കുന്നത്, ചുമ്മാ ഒരു വഴിയല്ല തന്നിരിക്കുന്നത്. ഒരു വഴിയാകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അതിൽ കാണിച്ചിരിക്കുന്ന ഒരു വഴിയായിരുന്നു കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് അതുവഴി എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇതല്ല, നിങ്ങൾക്ക് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉയരത്തിലേക്കുള്ള പോക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന ലെവലിൽ നിന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മറ്റൊരു ലെവലിലേക്ക്, ഒരു ഹൈ ലെവലിലേക്കാണ് ഇനി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നത്. ഇതേ എനർജി തന്നെയായിരുന്നു ഇതിന് മുന്നും ഞാൻ ഇതുപോലെ മൂവ് ഓൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ടവർ വന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയത്തും എനിക്ക് ഇതുപോലെയുള്ള എനർജി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ യൂണിവേഴ്സ് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ആ വീഡിയോ കണ്ടതിൽ ആരെങ്കിലും വീണ്ടും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ യൂണിവേഴ്സ് തൊട്ടിരിക്കുന്നു, നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരൊന്ന് കമൻറ്റ് ചെയ്യുക. മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി പ്രകൃതി തന്നെ, യൂണിവേഴ്സ് തന്നെ നിങ്ങളെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ആ ഒരു കാർഡ് നോക്കിയാൽ കാണാം, നിങ്ങൾ പോകുന്നത് 10 ഓഫ് വാണ്ടും 9 ഓഫ് വാണ്ടും രണ്ടും 9 ഓഫ് വാണ്ടിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത് 10 ഓഫ് വാണ്ട്സ് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും ഒരു മൂവ് ഓൺ തന്നെയാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നും വിട്ടു പോകുന്നു എന്നുള്ളത് തന്നെ ഒരു മൂവ് ഓൺ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ അത് രണ്ടിലും
ഒന്ന് തല കുനിച്ചിട്ടുമാണ്, മറ്റൊന്ന് ഭാരങ്ങൾ ചുമന്നിട്ടുമാണ് പോകുന്നത്. കാരണം നിങ്ങളെ അങ്ങനെയല്ല വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഇതുവരെയും നിങ്ങൾ കൊണ്ട് നടന്നിരുന്ന ഭാരങ്ങൾ മുഴുവനും, ആ ബേർഡൻ മുഴുവനും മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ യൂണിവേഴ്സ് വിളിക്കുകയാണ്. ഓക്കെ, ഇതുവരെ നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നോ ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു അബണ്ടനിലേക്ക് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരുപാട് സന്തോഷം, ഒരു 10 ഓഫ് കപ്പാണ് നിങ്ങൾക്ക്. പിന്നെ ഞാൻ ഇത് രണ്ടാമത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ലാസ്റ്റ് നിങ്ങൾ ഇതിന്ന് മൂവ് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ഞാൻ ഒന്നും കൂടി കാർഡ് എടുത്തപ്പോഴത്തേക്ക് വന്നത് 10 ഓഫ് കപ്പാണ് നിങ്ങൾക്ക് വന്നത്. ഏറ്റവും ഹാപ്പി, നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിച്ചോ, ഡെവിൾ നിങ്ങളെ ഏതെല്ലാം മായാജാലങ്ങളിലേക്ക് കൊണ്ടുവന്നോ ആ മായാജാലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആകുന്നതിന് വേണ്ടി തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗ്രോത്ത്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ തലമുറയാണെങ്കിലും തന്നെയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടൊരു പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. യൂണിവേഴ്സിൻ്റെ ആ റെയിൻബോ കാണിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളത് ഏറ്റവും ദുഃഖിച്ച് നിങ്ങളൊരു റൂമിൽ ഇരിക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സിന് ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള കാര്യം. ഇതാണ് റീഡിങ്. പ്രകൃതി, യൂണിവേഴ്സ് നിങ്ങളെ ഏറ്റവും ബലമുള്ള ഒരു വ്യക്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങനെ ഉടച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ തകർന്നിരിക്കുകയാണ്, ശരി തന്നെയാണ്. ആ ഉടച്ചിരിക്കുന്നത് നിങ്ങളെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു രീതി, ഒരു വ്യക്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന്. പ്രകൃതി എന്ന് പറയുന്നത് ഒരു കുശവനായിട്ട്, യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിങ്ങളൊരു കളിമണ്ണ് പോലെ, ഒരു കുശവൻ എങ്ങനെയാണ് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി മായാവിദ്യ കരങ്ങൾ കൊണ്ട് പല രൂപങ്ങളും ഭംഗിയിലും ഉണ്ടാക്കി തീർക്കുന്ന ഒരു കുശവൻ്റെ കൈയാണ് യൂണിവേഴ്സ്. ആ കുശവൻ്റെ കയ്യിലേക്ക് നമ്മൾ ഓരോരുത്തരും ഒരു കളിമണ്ണ് മാത്രമാണ്, നമുക്ക് അത്രേ ഉള്ളൂ. ആ ഒരു യൂണിവേഴ്സിൻ്റെ കയ്യിലേക്ക് നമ്മളൊരു മണ്ണിനെ പോലെ നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുക. നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും മനോഹരമായിട്ട്, ഇനി നിങ്ങളെ കൊണ്ട് ഒന്നും ഒരു വ്യക്തിയുടെ മനസ്സിനെ മാറ്റിക്കൊണ്ട് വരാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നമ്മളെ തന്നെ നമ്മുടെ സമയത്തെ പോലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഇതുപോലും പറ്റാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? അവരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്ത് ഓവർകം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ അവസ്ഥയിൽ ഞാൻ നശിച്ചു പോകാനുള്ള വ്യക്തിയല്ല. ഞാൻ ഇത്രയും വയസ്സ് വരെ ഞാൻ ജീവിച്ചു വന്നത്, ഞാൻ ഇത്രയും വളരുന്നതിന് എൻ്റെ പാരൻസ് എന്തുമാത്രം എഫേർട്ടാണ് എൻ്റെ ലൈഫിലേക്ക് എടുത്തിട്ടുള്ളത്. അവരുടെ ഉറക്കമുളച്ചിട്ടുള്ള എത്ര രാത്രികളാണ് എൻ്റെ അസുഖം വന്ന സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നമ്മൾ ഡിപ്രഷൻ മൂഡിലേക്ക് പോയി ഒരു ഭ്രാന്തരെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പേരൻസിന് എന്തെല്ലാം പെയിൻ ആവും. അവർ നമുക്ക് വേണ്ടി എടുത്ത എഫേർട്ടുകളെല്ലാം വെറുതെ ആയി പോകത്തില്ലേ? നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ ഒന്ന് യൂണിവേഴ്സിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവം ഏറ്റവും മനോഹരമായി തന്നെ നിങ്ങളെ മെനയും. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ സിംഗിളായിട്ടുണ്ടോ, മൂവ് ഓൺ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഏറ്റവും സ്വാതന്ത്ര്യത്തിലായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എവിടെയും പോകാം, സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ചുമ്മാ നേരം പോക്ക് പറഞ്ഞു തീർക്കാനെന്നതല്ല, ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ നിമിഷവും നിങ്ങൾക്ക് പവർഫുള്ളായിട്ടുള്ള, നിങ്ങൾക്ക് ഉപകാരമുള്ള, വാല്യുബിളായിട്ടുള്ള ഓരോ സമയവുമാക്കി, ഓരോ സെക്കൻഡാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. കാലത്തിൻ്റെ ഘടികാരം കറങ്ങി വരുന്ന ഒരു സമയമുണ്ടാകും. അപ്പോൾ നിങ്ങൾ നിന്നിരുന്ന അതേ സ്ഥലവും അതേ വ്യക്തികളെയും നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയെന്നിരിക്കും. അന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം അവരനുഭവിച്ച് വരുന്ന ആ ദുരിതങ്ങളെ ഓർത്ത്, ആ ഡെവിൾ എനർജിയിൽ നിന്നും രക്ഷപ്പെട്ടതെ ഓർത്ത് നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി, ആകാശത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയുന്ന ദിവസവും അത്രയും ദൂരെയല്ല. നിങ്ങളുടെ ഇനി ഒറ്റ സമയവും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഇതുപോലെയുള്ള എൻ്റെ ഈ വീഡിയോ തന്നെയാണെങ്കിൽ തന്നെയും ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ട് നിങ്ങളുടെ സമയം വേസ്റ്റാക്കാതെ, നിങ്ങളുടെ ഓരോ സമയവും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഓരോ സമയവും നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററാക്കി തീർക്കുക. ഈ ഭൂമിയിൽ പതിക്കുന്ന മഴവെള്ളം പോലും ശേഖരിച്ച് ഉപയോഗമുള്ളതാക്കി മാറ്റുന്ന ലോകത്താണ് നമ്മളിപ്പോൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നിങ്ങളെക്കൊണ്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. നിങ്ങളെക്കൊണ്ട് സർവ്വതും സാധ്യമാണ് എന്ന് ചിന്തിക്കുക.
ഏറ്റവും നല്ലൊരു ഭാവി നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.